ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വർഷത്തിൻ്റെ 2025 ജനുവരി മാസം 10-ാം തീയതി അതുപോലെ നടക്കുന്ന നമ്മുടെ പ്രയലൈൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്ന് ചേർന്നിരിപ്പാൻ കർത്താവ് സഹായിച്ചനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്ന ദൈവവചനം അതിൻ്റെ പ്രാരംഭ വാക്യമായി സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ പരസ്യമായി വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താൽ മനുഷ്യന് എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. പഴയ നിയമത്തിലെ പ്രസക്തമായ ഒരു ചോദ്യം. അതുപോലെ തന്നെ ആ ചോദ്യത്തിൻ്റെ പിമ്പിൽ ചോദിച്ചിരിക്കുന്നത് എന്ത് പ്രയോജനം എന്നൊരു ചോദ്യമാണ്. ദാവീദിൻ്റെ തലമുറയിൽപ്പെട്ട 2 വ്യക്തികളുടെ ചോദ്യങ്ങളാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. ദാവീദ് തലമുറയിൽ ദാവീദിൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ, ജ്ഞാനിയായിരുന്ന ശലോമോൻ, അവൻ ദീർഘമായ ജ്ഞാനത്തോടുകൂടി എല്ലാം ചെയ്തവനായിരുന്നു. വാക്കുകൾ പ്രവൃത്തികളൊക്കെ അറിയപ്പെടുന്ന, ചരിത്രത്തിൽ പേര് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് സോളമൻ അഥവാ ശലോമോൻ. ഈ സഭാപ്രസംഗ പുസ്തകം അദ്ദേഹം ചോദിക്കുകയാണ്, എന്ത് പ്രയോജനം? മനുഷ്യന് സൂര്യന് കീഴിൽ സകല പ്രയത്നത്താൽ മനുഷ്യന് എന്ത് ലാഭം? അവനെന്താണ് ലാഭം? ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചിട്ട് ആരെങ്കിലും ഫോൺ അൺമ്യൂട്ടാണ് മ്യൂട്ട് ചെയ്യണം, ഡിസ്റ്റർബൻസ് വരുന്നത് പ്ലീസ്. ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചിട്ട് സൂര്യന് കീഴിൽ അവൻ ചെയ്തു കൂട്ടുന്ന പ്രയത്നങ്ങൾ കൊണ്ട് മനുഷ്യന് എന്ത് ലാഭമെന്ന് ജ്ഞാനിയായിരിക്കുന്നവൻ ചോദിക്കുക. എന്താണ് പ്രയോജനം? എന്താ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന്? എന്ത് ലഭിക്കുന്നു? ജനിച്ചു, വളർന്നു, അറിവ് കിട്ടി, പിന്നീട് പ്രയത്നമാണ്. മനുഷ്യൻ പ്രയത്നിക്കാൻ തുടങ്ങുന്നു, എങ്ങനെയും സമ്പാദിക്കണം. അങ്ങനെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രയത്നിച്ച അവസാനം മണ്ണിലടിയുന്ന മനുഷ്യ, എന്താണ് നിന്റെ പ്രയത്നങ്ങളുടെ പ്രയോജനമെന്ന് ജ്ഞാനിയായും ചോദിക്കുക. എന്ത് പ്രയോജനം? അവനെ തൻ്റെ ജീവിതത്തിൽ എടുത്ത് വിളിച്ച് ചോദിക്കുക, എന്ത് പ്രയോജനം? തിന്നു കുടിച്ചു, സന്തോഷിച്ചു, ജീവിച്ചു, ഈ ലോകത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച ശലോമോൻ പറയുകയാണ്, ഇതെല്ലാം താൽക്കാലികമായി തീർന്നു പോകുന്നതാ, ഒരു പ്രയോജനമില്ല. അവൻ പറയാണ്, ഒരു തലമുറ പോകുന്നു, അവന് മനസ്സിലായി നിൽക്കാൻ കഴിയത്തില്ല, അവൻ്റെ രാജ്യത്തും സ്ഥിരമായി നിൽക്കത്തില്ല, മണ്ണടിയണം, സിംഹാസനം ഇരിക്കാൻ കഴിയത്തില്ല, ചെങ്കോൽ പിടിച്ചിരിക്കാൻ കഴിയത്തില്ല എന്നും രഥത്തിൽ അവന് പാറി നടക്കാൻ കഴിയത്തില്ല. അവന് മനസ്സിലായി, ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. താൻ മുമ്പോട്ട് നോക്കിയിട്ട് മനസ്സിലായി, എത്രയോ തലമുറകൾ ജനിച്ചു വളർന്ന ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ ഞാനിപ്പോൾ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്താണ് മനുഷ്യജീവിതം, അതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനു വേണ്ടി ജനിച്ചു? എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ പ്രയത്നിക്കുന്നത്? നമുക്കറിയാം, മനുഷ്യൻ അവൻ്റെ വയറിന് വേണ്ടി പ്രയത്നിക്കുന്നൊക്കെ ഇതിനകത്ത് ചെയ്തിട്ട് ശരിയാണ്. ഇന്ന് ഭൂരിപക്ഷം ആൾക്കാരുടെയും പ്രയത്നമെല്ലാം സ്വന്തം വയറിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ആഡംബര സൗകര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എത്ര കിട്ടിയിട്ടും തികയാത്തൊരു ജീവിതാനുഭവത്തിലാണ് പോകുന്നത്. നമുക്ക് വേണ്ടതൊക്കെ ദൈവം തരും. ഇന്നത്തെ ലോകം അഡ്വാൻസ് ചെയ്യുമ്പോൾ, നന്നായി പോകുമ്പോൾ ദൈവമക്കൾക്ക് വേണ്ടതൊക്കെ ദൈവം തരും. അത് ദൈവത്തെ പറയുന്നത്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, മനുഷ്യന്റെ അധ്വാനത്താൽ ഒന്നും പ്രാപിക്കുന്നില്ലെന്നാണ്. അപ്പോൾ അധ്വാനിച്ചു കൂട്ടി നിരവധി സമ്പാദ്യങ്ങളുണ്ട്. യഹോവയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന സമ്പത്തുണ്ടാകുന്നത്, അത് നമുക്കറിയാം, ഭൗമിക ജീവിതത്തിൽ മാത്രമല്ല, ആത്മീയ സമ്പത്ത് ദൈവം നൽകുന്നതാണ്. അതിന് മുമ്പ് പരീസ് ഇവിടെ പറഞ്ഞല്ലോ, എല്ലാം നഷ്ടപ്പെട്ടാലും ജീവിതം നഷ്ടപ്പെടാതെ ദൈവപൂർവ്വം അനുഭവിപ്പാൻ കർത്താവിൽ വരാൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രാധാന്യതയുള്ളത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ തലമുറയിൽ അബ്രഹാമിൻ്റെ സന്തതിയിൽപ്പെട്ട, ദാവീദിൻ്റെ സന്തതിയിൽപ്പെട്ട ശലോമോൻ, അവൻ ദൈവത്തിൻ്റെ ആലയം പണിതു, ജ്ഞാനിയായിരുന്നു, അവൻ കഴിവുള്ളവനായിരുന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തി അവൻ അതിൽ പരിജ്ഞാനിയായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുക, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. സൂര്യന് കീഴിൽ നടക്കുന്ന മനുഷ്യന്റെ പ്രയത്നത്തിന് ഒരു ലാഭവും കാണാനില്ല. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. ഭൂമിക്ക് മാത്രം മാറ്റം വരുന്നില്ല.
ഞാനും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. ഈ വഴി നടക്കുമ്പോൾ പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും നമ്മളെല്ലാവരും മാറേണ്ടവരാ, അല്ലേ? ഏറിയാൽ 70, 80 അല്ലെങ്കിൽ 100, 120 എത്രയോ വർഷം മാക്സിമം. അതിനുശേഷം ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റൊരു തലമുറയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു പോകണം. ഒഴിഞ്ഞു പോയേ മതിയാകുള്ള ദൈവപ്രവൃത്തിയാണ്. അങ്ങനെ എത്രയോ തലമുറകൾ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ജീവിച്ച് ഇത് പാർപ്പിടമാക്കി ഇവിടം ജീവിച്ച് പലതും ചെയ്ത് മാറിപ്പോയവരാ. അപ്പോൾ അത് സംഭവിക്കേണ്ടതാ, ഭൂമി നിലനിൽക്കും എന്ന് പറയുമ്പോൾ മറ്റൊരു ചോദ്യം നമുക്ക് പ്രസക്തമായി കാണാൻ സാധിക്കുന്നത് ദാവീദ് സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്ന യേശു ക്രിസ്തു ചോദിച്ച ചോദ്യമാണ്. അത് ഇപ്രകാരമാണ്. മത്തായി സുവിശേഷം, മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 36, 37 വാക്യങ്ങൾ പറഞ്ഞത് നമുക്കറിയാവുന്ന ചിരപരിചിതമായിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ തലമുറകളെ എടുത്ത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദാവീദ് സന്തതിപ്പെട്ട ഒരുവൻ പറയുകയാണ്, ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു തലമുറ വന്ന് അടുത്ത തലമുറ പോകുന്നു, ഞാനും അപ്രകാരം ഇതെല്ലാം കണ്ടു കേട്ട് അവസാനം ഇവിടുന്ന് പോകേണ്ടവനാണെന്ന് പറയുമ്പോൾ അതേ ദാവീദിന്റെ സന്തതിയിൽ ജനിച്ച യേശുക്രിസ്തു പുതിയ നിയമത്തിൽ ഒരു കാര്യം ഇപ്രകാരം വിളിച്ചിട്ട് പറയുവാനിടയായി. അവൻ പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36 മുതൽ 37 ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഇവിടെ ഒരു ചോദ്യമാണ്, അതേ ചോദ്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നെഗറ്റീവായിട്ടുള്ളതല്ല. ശലോമോൻ പറഞ്ഞത് സോക്കെ തീർന്നു, ഒരു തലമുറ വന്നു, മറ്റൊരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, പ്രയത്നം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, കാണാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റും, ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം വിട്ടു നിൽക്കുമ്പോൾ കർത്താവോട് പറയുകയാണ്, യേശു കർത്താവോട് പറയുക, സകലത്തിൻ്റെയും ഉറവിടമായ വചനമാം ദൈവം പരിജ്ഞാനത്തിൻ്റെ സകല നിധികൾ, ഗുപ്തനിധികൾ മുഴുവനും അടങ്ങിയിരിക്കുന്ന അവനിൽ സകല സമ്പൂർണതയും വസിച്ചിരിക്കുന്ന യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഒരു ചോദ്യം യേശു ചോദിച്ചു. ലോകത്തോടൊന്നും അതേ ചോദ്യം ചോദിക്കുക. എന്നാൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് കളയാതെ നേടുവാൻ കഴിഞ്ഞതിൻ്റെ പിമ്പിൽ ആ തലമുറയിൽ കഷ്ടം സഹിച്ച്, അഥവാ 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു മുഖാന്തരമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായതെന്ന് ഇവിടെ കഥ പറയുക. എന്നിട്ട് പറയുക, അതെ, എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? അതാ ചോദിക്കുക, എന്താണ് ഒരു മറുവില കൊടുക്കാനുള്ളത്? ഈ അകത്തുള്ള ജീവനാകുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ നേടുവാൻ എന്താണൊരു മറുവില കൊടുക്കും? ചോദ്യമാണ്. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചോദിക്കുക, പലതും കൊടുത്ത് വാങ്ങിക്കാൻ കഴിയും, പലതും നേടുവാൻ കഴിയും. എന്നാൽ ദൈവം ചോദിക്കുക, നിന്റെയും എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ നേടുവാൻ, അതിനെ പ്രയോജനമാക്കി തീർക്കുവാൻ, ലാഭമാക്കി തീർക്കുവാൻ ആർക്ക് കഴിയും? പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. അപ്പോൾ ശലോമോൻ ചോദിച്ച്, ഞാൻ ചോദിച്ചു, ജീവിതം കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ ദൈവജ്ഞാനം ലഭിച്ച, യേശുക്രിസ്തുവിനെ അനുഗമിച്ച പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പറഞ്ഞു, ഞാൻ ഈ ഉലകത്തിൽ ജീവിക്കുമ്പോൾ, ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ അല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതം നഷ്ടമല്ല, നേടി, കർത്താവ് എന്നെ നേടി, എനിക്ക് കർത്താവിനെ കണ്ടെത്താൻ ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് പറയുക, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. പഴയ നിയമത്തിൽ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ചോദിക്കുമ്പോൾ പുതിയ നിയമം നമുക്ക് നൽകുന്നത്, ഈ ജീവിതം കൊണ്ട്, ഇവിടുത്തെ താൽക്കാലിക ജീവിതം കൊണ്ട് നമുക്ക് നഷ്ടമല്ല, ഈ മരണത്തിൽ പോലും ലാഭമുള്ളതാണ് ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം. അതുകൊണ്ടാണ് കർത്താവ് ചോദ്യം ചോദിച്ച് എന്ത് മറുവില കൊടുക്കുമെന്ന്, എന്ത് ലാഭമായിത്തീരും, എങ്ങനെയായിത്തീരുമെന്നാണ്. നമ്മുടെ കർത്താവ് പറയുകയാണ്, വ്യഭിചാരവും പാവവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ പരിശുദ്ധദൂതന്മാർ വരുമ്പോൾ നാണിക്കും. കർത്താവ് പറഞ്ഞു, ഇവിടെ ഈ സുവിശേഷം എന്നുള്ളത്, യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ എന്നുള്ളത് പലർക്കും ലജ്ജയാണ്, നാണമാണ്. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ നാണമാണ്. പലർക്കും അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള വിഷയം. പക്ഷേ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, ഇവിടെ രക്ഷയുടെ അനുഭവത്തിൽ വന്ന് കർത്താവ് അനുഭവിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഇവരെ പോലെ നമ്മളും ആയിത്തീരണമോ, ഇങ്ങനെയുള്ള എല്ലാം വിട്ടുതിരിയണോ, അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ജ്ഞാനികളല്ലേ?
ജ്ഞാനമില്ലാത്തവർ ഇതിന്റെ പിന്നാലെ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ, പലരും നാണിച്ച് നിൽക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാസമയത്ത് നമുക്ക് പറയാൻ സാധിക്കും, നമുക്ക് നാണമില്ല. എനിക്ക് ക്രിസ്തുവിൽ വന്നത് മുഖാന്തരമായി സുവിശേഷത്തിന് സാക്ഷ്യം പ്രസ്താവിപ്പാൻ എനിക്ക് ലജ്ജയില്ല. യേശുവിനെ കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയത്തക്കവണ്ണം, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പറയത്തക്കവണ്ണം ഉള്ളൊരു തലമുറയെ ഈ കാലഘട്ടത്തിൽ ദൈവം കഴിഞ്ഞ 2000 വർഷം പ്രത്യേക തലമുറയെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. നമ്മൾ തലമുറകൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നിരവധി തലമുറകളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രസക്തമായ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില തലമുറകളെ വേഗത്തിൽ പറയാം. ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ, ദൈവത്തെ അറിയാത്ത തലമുറയുണ്ട്. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യമാണ്. ദൈവത്തെ അറിഞ്ഞവരുടെ തലമുറയുണ്ട്, ദൈവത്തെ അറിയാത്തവരുടെ തലമുറയുണ്ട്. അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഇസ്രായേൽ അവര് ദൈവത്തെ അറിഞ്ഞവരാണ്. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടതും, അതുപോലെ തന്നെ മരുഭൂമിയിൽ പാറയിൽ നിന്ന് വെള്ളമൊഴുകിയതും മന്ന ഭക്ഷിച്ചതുമായിരിക്കുന്ന ജനം ദൈവത്തെ അറിഞ്ഞവരാ. അറിഞ്ഞിട്ട് പോലും മത്സരികളായി തീർന്നവരായിരുന്നു ഇസ്രായേൽ ജനം. എന്നാൽ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ കാണാൻ സാധിക്കുന്നത്, ആ തലമുറ മുഴുവനും ഒഴിഞ്ഞു പോയപ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാത്ത വേറൊരു തലമുറ എഴുന്നേൽക്കോടെ തീർന്നു. ദൈവത്തെ അറിയാത്ത തലമുറ വേറൊരു തലമുറയെ കൊട്ടോ. എന്നാൽ ദൈവത്തെ അറിയുന്ന തലമുറയാണ് ആദമിൽ നിന്ന് ക്രിസ്തുവിൽ എത്തിച്ചേർന്നത് കാണാൻ സാധിക്കുന്നത്. ദൈവത്തെ അറിയുന്ന തലമുറ എപ്പോഴുമുണ്ട്, എന്നുമുണ്ട്, എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. ഏത് കാലഘട്ടത്തിൽ നാം എടുത്ത് പഠിച്ചാൽ, തിരുവനെടുത്ത് പഠിച്ചാലും ദൈവം കൂടെ നടക്കുന്ന, ദൈവത്തോട് കൂടെ നടക്കുന്ന തലമുറകൾ, വ്യക്തികളുണ്ടായിരുന്നു. അബ്രഹാമിന്റെ ജീവിതം മുതൽ, ആദത്തിന്റെ ജീവിതം മുതൽ പഠിക്കുമ്പോൾ ഹാനോക്ക്, അതുപോലെ നോഹ, ഇങ്ങനെ പലരെക്കുറിച്ചും പറയുമ്പോൾ അവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ ദൈവത്തെ കൂടെ നടന്നവരാ. ഞാൻ പറഞ്ഞത്, തലമുറ ദൈവത്തെ അറിയുന്നവരുണ്ട്, ദൈവത്തെ അറിയാത്തവരുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയുണ്ട്, അതുപോലെ തന്നെ ദൈവത്തെ ഭയപ്പെടുന്ന തലമുറയുണ്ട്, ദൈവത്തെ എതിർക്കുന്ന തലമുറയുണ്ട്, നാണിക്കുന്ന തലമുറയുണ്ട്. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ഏതിൽപ്പെടുന്നവരാണ്? ദൈവത്തെ അറിയാത്തവരാണോ? അതോ യേശുവിനെ കുറിച്ച് നാണിക്കുന്ന തലമുറയിൽപ്പെട്ടവരാണോ? അതോ യേശുവിൻ്റെ പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ ദൈവപ്രവൃത്തി എതിർക്കുന്ന തലമുറയാണോ? അതോ നമ്മൾ യേശുവിനെ ഭയപ്പെടുന്ന തലമുറയാണോ എന്ന് നാം ചിന്തിക്കണം. അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്ന തലമുറയെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പഠിക്കാം. ദൈവം നമ്മളെ തലമുറയെ കണ്ടിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുത്തിയിരിക്കും. ദൈവം നമ്മളെ ഭയമുള്ളവരാക്കി മാറ്റും. ദൈവത്തെ ഭയപ്പെടാനുള്ള വഴികൾ ദൈവം കാണിച്ചു തരും. അത് ദൈവപ്രവൃത്തിയാണ്. അപ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന തലമുറയെക്കുറിച്ചുള്ള ഭാഗമാണ് ലൂക്കോസിന്റെ പ്രാരംഭ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 1-ാം അധ്യായം 50-ാം വാക്യം പറയുന്നു, അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലെങ്കിലും, നാം ഒന്നും കരുതിയിട്ടില്ലെങ്കിലും, രാത്രിയിൽ സന്തോഷത്തോടെ പറയണം, ഞാൻ എൻ്റെ ഭയമായവനെ ഭയപ്പെടുന്നതുകൊണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് അവന്റെ കരുണ എൻ്റെ തലമുറകളുടെ മേൽ വരും. രാത്രി കരമുയർത്തി പറയണം, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട്, ദൈവത്തെ അനുസരിക്കുന്നതുകൊണ്ട്, അവനെ ബഹുമാനിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. 90-ാം സങ്കീർത്തനം ഇപ്രകാരം പറഞ്ഞു, യഹോവ തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്നു. തലമുറയായി നമ്മുടെ സങ്കേതമാണ്. മോശ സങ്കീർത്തനം എഴുതിയപ്പോൾ ഇങ്ങനെ പറയുകയാണ്, അവൻ തലമുറയായി നമ്മുടെ സങ്കേതമാണ്. ദൈവത്തെ ഭയപ്പെടുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് എങ്ങനെയാണ് ഭയമുണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാമെങ്കിലും ആ ഭാഗമൊന്ന് എടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഉത്ഭവത്തിലേക്ക് പോകണം. അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ചിന്തിക്കേണ്ട വിഷയം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് ദൈവത്തെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ
സകല ജാതികളിൽ പിതാവായി തീരുവാനുള്ള അബ്രഹാമുള്ള ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത്, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഭാഗം വായിക്കുമെന്നായി നമുക്കറിയാവുന്നതാണ്. നമ്മൾ പരിചിതമായ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാഗത്തെക്കുറിച്ചുള്ള കാര്യം അറിയാവുന്നത്. ഞാനത് വായിക്കുന്നത് ഈ വചനത്തിലുള്ള ബന്ധത്തിലൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. 22-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ, അതിൻ്റെ 12-ാമത്തെ വാക്യം. ഞാനിതാ എന്നവൻ പറഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്നവൻ അരുളിച്ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാസ്തവമായി ഇതിനെ മനസ്സിലാക്കി നീ ആരാണെന്നുള്ളത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നുവെന്ന് അവൻ അരുളിച്ചെയ്തു. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന അബ്രഹാമിൻ്റെ സന്തതിയുടെ മേൽ ദൈവത്തിൻ്റെ കരുണ പറ്റിപ്പോകാതെ ക്രിസ്തുവിലൂടെ നിവൃത്തിയിരിക്കുന്നതിനെ കുറിച്ചാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിവിടെ അറിയാം എന്താണ് അബ്രഹാം ചെയ്തെന്നുള്ളത്. അപ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്നതിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നു. അവനെ ആരും നിർബന്ധിച്ചില്ല. ദൈവത്തോട് പറഞ്ഞു, നിനക്ക് ആറ്റുനോറ്റ് കിട്ടിയ മകനല്ലേ, അവനെ അങ്ങ് യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ, നൽകാൻ പറഞ്ഞപ്പോൾ അവൻ ആരോടും അഭിപ്രായം ചോദിച്ചില്ല. ഒരു കൗൺസിലിങ്ങിനും പോയില്ല, ആരോടും ചോദിച്ചില്ല. കാരണം അവന് മനസ്സിലായി തന്നത് ദൈവമാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവനുള്ളതാണ്. എല്ലാവരും പറഞ്ഞാട്ട് തലമുറകളെ തന്നത് ദൈവമാണ്. അവനാണ് നമുക്ക് തലമുറകളെ തന്നിരിക്കുന്നത്. അവരുടെ സകല ഉത്തരവാദിത്വവും ദൈവം ഏറ്റെടുത്തിരിക്കുക. നമ്മളിതിനെ ഭാരപ്പെടുന്നത്. അപ്പോൾ അബ്രഹാം അറിയാമായിരുന്നു, എനിക്ക് സന്തതിയെ തന്ന ദൈവമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇറങ്ങി നോക്കുക. എന്നിട്ട് അബ്രഹാം അവൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടെങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം തലമുറയില്ലാത്തതായിരുന്നു. ഞാൻ ഇതേക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം എടുത്തിട്ടുള്ളതാണ്. എങ്കിലും അവൻ്റെ ചോദ്യങ്ങൾക്ക് അവൻ അവകാശമില്ല എന്നുള്ളൊരു പ്രയാസം അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 15-ാം അധ്യായത്തിൽ പറയുന്നത്, നീ എനിക്ക് എന്ത് തരുമെന്നൊക്കെ ചോദിച്ച്, എനിക്ക് അവകാശമില്ലല്ലോ, ദമേശ്കാരനായിരിക്കുന്ന ഈ എലയസർ ആണല്ലോ, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസനാണല്ലോ നീ അവകാശിയായിട്ട് വരേണ്ടത്. അബ്രഹാമിനെ സ്നേഹിച്ചിരുന്നു. അവൻ വിചാരിച്ചത് മക്കളാരും ഇല്ലെങ്കിൽ നിശ്ചയമായിട്ടും അവനുള്ളതെല്ലാം അവകാശിയായി എലിയാസിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, യഹോവ ദൈവനോട് പറഞ്ഞു, നിന്റെ അവകാശി അവനാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അവകാശിയാകും എന്നവൻ യഹോവയുടെ അള്ളപ്പാടുണ്ടായി. പിന്നെ അവൻ പറഞ്ഞു, പുറത്തു കൊണ്ടുവന്നു, അവനെ അകത്തുനിന്ന് വെളിയിൽ കൊണ്ടുവന്നു. വീട്ടിലിരുന്നാണ് ചോദിക്കുന്നത്. ആ കൂടാരത്തിനകത്തിരുന്ന് ചോദിക്കുക. യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ചോദിക്കുക, വളരെ ഭയപ്പെട്ട് വേദനപ്പെട്ട് ഇരിക്കുക, രാജാക്കന്മാരുടെ യുദ്ധം ചെയ്ത് വന്നിരിക്കുക. അപ്പൊ അവൻ വിചാരിച്ച്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്? എന്ത് ലഭിക്കും? ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്താൽ എനിക്ക് എന്ത് ലഭിക്കും എന്നുള്ള ചോദ്യമായിട്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട, നിനക്ക് ഞാൻ നിന്റെ പരിചയം നിന്റെ അടിമകത്തായ പ്രതികൂലമാകുന്നു. കർത്താവ് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ എന്നെ സേവിച്ചിറങ്ങിയത് കൊണ്ട് നീ ചിന്തിക്കുന്ന ഇപ്പോൾ ഒന്നുമില്ലാത്ത ദൈവം നമ്മുടെ അടുത്ത് വരും കേട്ടോ. നിരാശപ്പെട്ടിരിക്കുമ്പോൾ, ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിച്ച മേഖലകളെ ഓർത്തുകൊണ്ട് ഇതുവരെയും ഒന്നും ആയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം മാത്രമായിട്ടുള്ള ജീവിതമേ. ദൈവം നിന്നെ ഉപയോഗിച്ചിട്ടില്ലേ? ഇവിടെ അബ്രഹാം അവൻ കടന്നുപോയി. രാജാക്കന്മാർ 5 രാജാക്കന്മാരെ ഒരുമിച്ചുകൂടി 4 രാജാക്കന്മാർ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ശക്തിയായി നിന്ന രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെയും കൂട്ടരെയും വിടിവിച്ചുകൊണ്ട് വരുവാൻ കഴിവുള്ളവനായിരുന്നു അബ്രഹാം. പക്ഷേ ഭവനത്തിൽ വന്ന് അവൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ശൂന്യത മാത്രമാണ് മുമ്പിൽ കാണുന്നത്. ഇന്ന് ദൈവാത്മാവ് പറയുക, വലിയ കാര്യങ്ങളൊക്കെ വെളിയിൽ ചെയ്തിട്ടും വീടിനകത്ത് വരുമ്പോൾ ശൂന്യത അനുഭവിക്കുന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക. അതെ, വെളിയിൽ പലതും ചെയ്യാൻ കഴിവുണ്ട്, പല കാര്യങ്ങളും ചെയ്തെടുക്കാനുള്ള കഴിവും ശക്തിയും ഒക്കെ ഉണ്ട്. എന്നാൽ ഭവനാന്തരീക്ഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ താൻ പ്രാപിച്ചിരിക്കുന്ന എല്ലാ വിജയവും നിരാശയായി ശൂന്യമാകുന്ന ജീവിതമേ ദൈവാത്മാവ് ഈ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന നമ്മോട് സംസാരിക്കുന്നത്. അത് ഭവനത്തിനകത്ത് ശൂന്യത മാറ്റുവാൻ ദൈവത്തിനായിട്ട് നിന്നെ വെളിയിൽ ജയാളിയാക്കി നിർത്തുന്നവന്
നിന്റെ അകത്തെ ഗ്രഹത്തിന്റെ വിഷയങ്ങളും പരിഹരിക്കാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഏത് വിഷയമാണോ ഭാരമായി ഇരിക്കുന്നത്, ആ വിഷയത്തിന്മേൽ ഭവനത്തിന്റെ അകത്ത് ശൂന്യത വരുന്ന, നിരാശ വരുത്തുന്ന, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുമായി അബ്രഹാമിനെ പോലെ ഇരിക്കുന്ന ആ വ്യക്തിയോട് ദൈവം പറയുക, എനിക്ക് വേണ്ടി നിൽക്കുന്നവൻ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ എന്നും ഭവനത്തിന്റെ അകത്ത് നിരാശ കാണാനുള്ളവനല്ല. ഇന്ന് പകൽ സമയം ദൈവാത്മാവ് സംസാരിക്കുക. നീ വെളി വരാൻ പറഞ്ഞു. വെളി പറഞ്ഞിട്ട് പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു അവനെ മുറ്റത്ത് കൊണ്ടുവന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളിൽ പോകാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പന പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നീ ഇറങ്ങി വാ, നീ ഇതുവരെയും നിനക്ക് എണ്ണാൻ കഴിയുമോ? നിനക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ ഉയരത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ഉയരത്തിലേക്ക് നോക്കിയിട്ട് ഇത്രമാത്രം സന്തതികളെ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് പറഞ്ഞു. തേജസ്സുള്ള പല സന്ദർഭങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പൊടിയോട് ഉള്ള ബന്ധത്തിൽ, മണലിലുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ ബന്ധത്തിൽ ഈ കർത്താവ് അബ്രഹാമോട് സംസാരിച്ചു. അതൊക്കെ മർമ്മമായ വിഷയങ്ങളാണ്. എന്നാൽ ഇന്ന് ഈ ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പായി ദൈവനെ കാണിച്ചു കൊടുത്തത് ആകാശത്തിലെ നക്ഷത്രങ്ങളോട് നോക്കാൻ പറഞ്ഞു. അവനെ ഉയരത്തിലേക്ക് നോക്കി ഈ തലകുമ്പിട്ടിരുന്ന് എന്തിന് ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന് ചോദിച്ചുകൊണ്ട് കൂടാരത്തിനകത്ത് ഭയപ്പെട്ട് തലകുമ്പിട്ടിരുന്ന അബ്രഹാമിന്റെ അടുക്കൽ ദൈവം പറഞ്ഞു, ഇറങ്ങടാന്ന് പറഞ്ഞു. ഇറങ്ങി വെളിയിൽ വരാൻ പറഞ്ഞു. നീ എന്നെ സേവിച്ചിറങ്ങിയത് കൊണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. മോനെ ഇറങ്ങി വരാൻ പറഞ്ഞു. വെളിയിൽ കൊണ്ടുവന്ന് ദൈവം അവനോട് പറഞ്ഞു, നോക്കിക്കൊള്ളാൻ പറഞ്ഞു. മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി ദൈവാൻ പറയും, ഉയർത്തി വെച്ചിരിക്കുന്ന ആ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങളെ കാണുവാൻ, നിന്റെ ശൂന്യത മാറ്റുന്ന ദൈവത്തിന്റെ അനുഗ്രഹിക്കുന്നതായ സമ്പത്ത് കാണുവാൻ, ദൈവം ഭാവിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വലിയ നന്മ കാണുവാൻ, ഇന്ന് രാത്രിയിൽ ഉയരത്തിലേക്ക് നോക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം കരുതി വെച്ചിരിക്കുന്ന നന്മ കാണുവാൻ കഴിയും. നീ പലപ്പോഴും താഴേക്ക് നോക്കി ചോദിക്കും, ഇവിടെ ഒന്നുമില്ലല്ലോ എന്ന്. ദൈവം പറഞ്ഞു, നീ താഴേക്ക് നോക്കിയാ പറയുന്നത് മറ്റുള്ളവരെ പോലെ മക്കളില്ലല്ലോ നീ പറഞ്ഞ് ഭാരപ്പെടുകയാണെങ്കിൽ നീ ഭാരപ്പെടേണ്ട. അവരെ പോലെ ഒരുവനല്ല നീ. എന്നെ അന്വേഷിച്ചിറങ്ങിയതുകൊണ്ട്, എന്നോട് കൂടെ നിൽക്കുന്നത് കൊണ്ട് സാധാരണക്കാരനല്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ കരുതി വെച്ചിരിക്കുന്ന ഭൗമികമല്ല. മറ്റുള്ളവർക്കൊക്കെ മക്കളും തലമുറകളും ഉണ്ടെങ്കിൽ നീ ഇറങ്ങി വാ, മുകളിലേക്ക് നമുക്ക് തേജസ്സിന്റെ നക്ഷത്രങ്ങൾ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നിന്നെക്കുറിച്ച് എനിക്കുള്ള ഉദ്ദേശം. ഇന്ന് പകൽ സമയം തലമുറയില്ലാതെ തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന ദൈവമക്കളോട് ദൈവ പറയുക, ഉയരത്തിലേക്ക് നോക്കിക്കൂ. തേജസ്സിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് ശോഭിക്കുന്ന തലമുറകളെ നൽകുവാൻ ദൈവത്തിന് കഴിയും. അത് സാധാരണക്കാരിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹമുള്ള ദൈവ കുഞ്ഞുങ്ങളെ ദൈവത്തിന് തലമുറയെ നൽകുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, ഇവരെ എണ്ണാൻ കഴിയുമെന്ന് ചോദിച്ചു. നീ ഒന്നല്ല ചോദിച്ചത്, ഒരു അവകാശമല്ല ചോദിച്ചത്. പക്ഷെ നിന്റെ അവകാശികളായി തീരുവാനുള്ളവർ എത്രയാണെന്ന് എണ്ണിത്തീർക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ദൈവത്തിനോട് നിഷ്കളങ്കമായി നിൽക്കുന്ന, ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്നവന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് എത്ര വലിയ നന്മയായിരിക്കും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യം. ഇന്ന് രാത്രി ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ഇത്രയും വർഷങ്ങൾ ദൈവത്തെ സേവിച്ചിട്ട് രാത്രിയിൽ വല്ലാതെ ഭാരത്തോടും ദുഃഖത്തോടും ആയിരിക്കുന്നെങ്കിൽ ഭാരപ്പെട്ടു പോകേണ്ട. തലകുമ്പിട്ടിരിക്കുവാൻ ദൈവം സമ്മതിക്കില്ല. ഈ 31-ാം തീയതി ദൈവാത്മ പറയുക, നീ തലയുയർത്തി നോക്കും, നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണെന്ന് അറിയാമോ? അബ്രഹാം എണ്ണി നോക്കിക്കാണും 1, 2, 3. അവൻ നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ എണ്ണി തീർക്കാൻ കഴിഞ്ഞില്ല. അവനത് വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവൻ ഒരു പൊട്ടനെ പോലെ അങ്ങ് വിശ്വസിച്ചു. ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അസാധ്യമെന്ന് വിചാരിക്കാം, അസംഭവമെന്ന് വിചാരിക്കും, നടക്കത്തില്ല എന്ന് വിചാരിക്കും. പക്ഷേ അത് കണ്ടു കഴിയുമ്പോൾ, ദൈവം സംസാരിച്ചു കഴിയുമ്പോൾ, പക്ഷെ നമ്മോട് ദൈവാത്മാക്ക് ദൂത് പറയുമ്പോൾ ഞാൻ സ്റ്റണ്ടായിപ്പോണ്ട്. ഇത് എന്നെക്കുറിച്ച് പറയുന്നതാണോ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അസംഭവമെന്ന് വിചാരിക്കുന്ന, സാധ്യമല്ലെന്ന് വിചാരിക്കുന്ന വിഷയങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ കഴിവുള്ള കർത്താവ്. അബ്രഹാം വിശ്വസിച്ചു. മനസ്സിലായി. അവന്റെ ജീവിതത്തിൽ നിരാശ മാറി ഉയരത്തിലേക്കുള്ള നോട്ടം കണ്ട് പറഞ്ഞു, എനിക്ക് എണ്ണിക്കൂടാത്ത തലമുറകൾ അവകാശികളായി തീരുമെന്ന്. ദൈവം പദ്ധതി ഇട്ടുകൊണ്ടാ ദൈവം നിന്നെ വിളിച്ചറിയിക്കത് കേട്ടോ. ആ മെസൊപ്പൊത്തേമിയയിൽ വിളിച്ചറിയിക്കപ്പോൾ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ ചില നാളുകളിൽ ചില നിരാശകളും വേദനകളും ഇല്ലായ്മകളും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് എണ്ണിക്കൂടാത്ത നന്മകൾ നൽകുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവിടെ പ്രവചിക്കുന്നത്. അങ്ങനെ അവൻ വിശ്വസിച്ചു. അത് ദൈവം നീതിയായി കണക്കിട്ടു. അങ്ങനെ വിശ്വസിച്ച അബ്രഹാമിന്റെ അടുത്ത്
ദൈവം അവനോട് ചോദിക്കുകയാണ്, ഞാനന്ന് പറഞ്ഞ വാഗ്ദത്തം ഉണ്ട്, പക്ഷേ ഇന്ന് ഈ ഇസഹാക്കെന്ന നിന്റെ മകനെ എനിക്ക് നൽകണമെന്ന് യാഗം കർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ തിരിച്ചു ചോദിച്ചില്ല. അങ്ങല്ലേ എന്നോട് പറഞ്ഞു, ദൈവമേ നീയല്ലേ എന്നോട് പറഞ്ഞത് നിന്റെ തലമുറയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആക്കാമെന്ന്. ഞാൻ വിചാരിച്ചത് ഈ ഇസഹാക്കിലൂടെ നിരവധി തലമുറകൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ചു വന്നതാ. പക്ഷേ നീ ചോദിക്കുമ്പോൾ മറുചോദ്യം അവൻ ചോദിച്ചില്ല. അവൻ അറിയാമായിരുന്നു, ദൈവം പറഞ്ഞത് വിശ്വസിച്ചാൽ അത് നീതിയായി കണക്കിടും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് ദൈവം പറയുന്നത്. വിശ്വാസത്താലാണ് നീതിമാൻ ജീവിക്കുന്നത്. അവൻ്റെ വിശ്വാസ ജീവിതം അത് നീതിയായി കണക്കിടുവാൻ കാരണമായിട്ടുള്ളത് അവൻ ദൈവത്തെ ഭയപ്പെട്ടവന് മനസ്സിലായി, ഞാൻ ഭയപ്പെടുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്ത് പറഞ്ഞാലും അത് ഞാൻ ചെയ്യും. കാരണം എൻ്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. ഈ 2025 ദൈവം നമുക്ക് വാക്ക് നൽകുകയാ, നമ്മുടെ ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട അബ്രഹാം അവൻ്റെ മകനെയും കൊണ്ട് യാഗമർപ്പിക്കാൻ പോയതിനൊക്കെ ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ഒരു ചഞ്ചലവുമില്ലാതെ, ഒരു മാറ്റമില്ലാതെ 3 ദിവസം നടന്നു വന്നിട്ട് ഒരു മാറ്റമില്ലാതെ ദൈവത്തെ അവൻ ഭയപ്പെട്ടവൻ അറിയാം, എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തതി ഉണ്ടാകും, അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഒരു തലമുറ ഉണ്ടാകും എന്ന് അവൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ ദൈവം പറഞ്ഞപ്പോൾ, ഉള്ളതിനെ കൂടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അവൻ പിന്മാറാതെ അവൻ അതിനെ കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ദൈവം പറയുകയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഞാനും നിങ്ങളും ദൈവത്തെ ഭയപ്പെടണം. ദൈവം നമ്മളെ കടത്തിവിടുന്ന ഏത് മേഖലകളിലും മുട്ടുമടക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ അറിയാതെ എൻ്റെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല. അത്രമാത്രം കരുതുന്ന ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഏത് വിഷയമാകട്ടെ, ജപ്തിയാകട്ടെ, രോഗമാകട്ടെ, ഭാരമാകട്ടെ, എന്തുമാകട്ടെ, അതിന് നീക്കുപോക്ക് കണ്ടിട്ടാണ് ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. ദൈവം അതിനെ ആ നീക്കുപോക്ക് അബ്രഹാമിന് വേണ്ടി കണ്ടിരുന്നു, ദൈവന് വേണ്ടി കരുതിയിരുന്നു എന്ന് നമുക്ക് തുറന്നു നോക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവന്റെ മേൽ ദൈവത്തിന്റെ ഐശ്വര്യമായ അനുഗ്രഹം വരും, അവന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ കരുണയുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു വ്യക്തിയായിരിക്കും ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ, ദാവീദ് ദൈവത്തെ സേവിച്ചു, കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഭയപ്പെടേണ്ട പോലെ ഭയപ്പെട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മളെ പഠിപ്പിക്കും. അബ്രഹാം അവൻ പരദേശിയായി നടക്കുന്നത് കൊണ്ട്, അവന് ഒന്നും ഇവിടെ ശാശ്വതമായ അവകാശമില്ലാത്തത് കൊണ്ട്, അവൻ ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും അവൻ മുമ്പോട്ട് പോയി. അവൻ തൻ്റെ സ്വന്തം മകനെ പോലും എന്ത് ചെയ്തു, ദൈവത്തിന് കൊടുക്കുവാൻ അവൻ തയ്യാറായി. എന്നാൽ നമുക്ക് മറുഭാഗത്ത് കാണാൻ സാധിക്കുന്നത്, ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ, ദാവീദ് ദൈവത്തിന്റെ ആലോചന പ്രകാരം ആ തലമുറയിൽ ശുശ്രൂഷിച്ചവനായിരുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദിനെ ദൈവഭയം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവമക്കളെ ദൈവം എന്താണ്, ആരാണ് ദൈവം എന്ന് പഠിപ്പിക്കും. അതുകൊണ്ടാണ് 2 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ ദാവീദ് അവൻ ചെയ്തത് സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഏത് കാര്യം നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ചെയ്തത് നല്ല കാര്യമാണ്. പലരും മീറ്റിംഗ് നടത്തുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് പ്രസാദവും അല്ലെങ്കിൽ ഏത് മീറ്റിംഗ് നടത്തൊരു കാര്യവുമില്ല. നിന്റെ പേരിനോ നിന്റെ പ്രശസ്തിക്കോ അല്ലെങ്കിൽ നിന്റെ കഴിവുകൊണ്ടോ ചെയ്യുന്നതിൻ്റെ അകത്ത് ദൈവം പ്രവർത്തിക്കത്തില്ല. അപ്പോൾ രാജാവായി കഴിഞ്ഞപ്പോൾ അവന് നല്ല ചിന്തകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശൗലിന്റെ കാലത്ത് ചിന്തിക്കാതിരുന്ന ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് പെട്ടകത്തെക്കുറിച്ച് ചിന്തയുണ്ടായി. അത് പിടിക്കപ്പെട്ടു പോയത് ഏലിയുടെ കാലത്ത് പിടിക്കപ്പെട്ടു പോയതാ. അതിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിച്ചാൽ മതി. ഫെലിസ്ത്യർ അതിനെ കൊണ്ടുപോയി അവര്
കൊണ്ടുപോയി വെച്ചത് 20 വർഷം അവിടെ ഇരുന്നതിനെക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി ദൈവത്തിൻ്റെ പെട്ടകത്തെ അതിനെ പിടിച്ചുകൊണ്ടുപോയ അവർ അതിനെ കൊണ്ടുപോയി അവർക്കത് നാശമായി കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുപോയി അതിനെ വെക്കുവാനായിട്ട് കണ്ടെടുത്ത വീടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 7-ാമത്തെ 1-ാം വാക്യമാണ്. കിര്യത്ത് യെയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ എലയാസനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്ത് യെയാരീമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം ഇരുന്ന് കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. പെട്ടകം ഇരിക്കേണ്ടിടത്ത് ഇരിക്കണം, അല്ലെങ്കിൽ വിലാപമാണ്. അപ്പോൾ ഈ പെട്ടകം 20 വർഷം അവിടെ ഇരുന്നു. ഇസ്രായേലിന് വിലാപമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് ഈ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ച ദാവീദ് അവൻ അവന്റെ കഴിവ് ഉപയോഗിച്ചു. 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ നല്ല കാര്യമൊക്കെയാണ്. പക്ഷെ ദൈവവേലയിൽ മാത്രം നമ്മുടെ കഴിവൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. കർത്താവിന്റെ വേലയിൽ നമ്മുടെ സമ്പത്തോ കർത്താവിന്റെ വേലയിൽ നമ്മുടെ കഴിവോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് വേണ്ടിയത്. നമുക്കുള്ള ഒരു കഴിവുമല്ല അവിടെ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ദാവീദിനെ ദൈവത്തെ ഭയപ്പെടാതെ ജീവിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭയമൊക്കെ മാറി രാജാവായല്ലോ, നല്ല കാര്യമല്ല ചെയ്യുന്നൊക്കെ ചിന്ത വന്നപ്പോൾ ദൈവം പറഞ്ഞ, കുഞ്ഞെ നീ ചെയ്യുന്നതൊക്കെ നല്ലതാ, പക്ഷേ എൻ്റെ പെട്ടകം കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹമൊക്കെ നല്ലതാ, നല്ല കാര്യങ്ങളാ, നീ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതാ, പക്ഷേ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരമല്ല പോകുന്നെങ്കിൽ അടിതരുമെന്ന് കർത്താവ് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത്, അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടുവെന്ന് അവൻ പറഞ്ഞു. കാര്യം മനസ്സിലായല്ലോ, ഇവിടെ ദാവീദിന് ഭയമുണ്ടായില്ല. ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി അവൻ നോക്കിയപ്പോൾ അവൻ വിളിച്ചാൽ വരാൻ പടയാളികളുണ്ട്. എല്ലാം സ്വസ്ഥമായിരിക്കുക, ബലസ്ഥരൊക്കെ അടങ്ങിയിരിക്കുക. സ്വസ്ഥത വന്നു. ദൈവം തന്നെ യുദ്ധം ചെയ്ത് സകലത്തെയും ഒതുക്കി. നമുക്കറിയാം, അതിനെക്കുറിച്ച് ഞാൻ മുഴുവൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് മുകളിലുള്ള അധ്യായം കാണുമ്പോൾ എല്ലാം ദൈവം തന്നെ നേരിട്ട് യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അന്നേരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകലരും അവിടേക്ക് പുറപ്പെട്ടു പോയി. ദൈവത്തോട് ചോദിച്ചില്ല. ദൈവത്തോട് ചോദിക്കാതെ ഇറങ്ങിപ്പോരുത് കേട്ടോ. ഏത് പ്രവർത്തനത്തിന് പോയാലും ഏത് കാര്യത്തിന് പോയാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ. ആളും ചോദിച്ചിട്ട് 30,000 പേര് ബിരുദന്മാരാ കൂടിയിരിക്കുന്നത്. അത് ഈ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി ബിരുദന്മാരായിട്ടുള്ളവരാ പോകുന്നത്, കഴിവുള്ളവരാ, ശക്തിയുള്ളവരാ. ദാവീദ് രാജാവാ, നല്ല കാര്യമാണ് ചെയ്യുന്നത്. പുറമെ നോക്കുമ്പോൾ തെറ്റൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് നമ്മുടെ കഴിവുകളൊക്കെ അതിന് പ്രയോജനപ്പെടുത്തും. പക്ഷേ ഇങ്ങനെ കൊണ്ടുവരാൻ പോയപ്പോൾ അത് തെറ്റൊന്നും ആയിരിക്കാനില്ല. പക്ഷേ യഹോവയുടെ പെട്ടകം കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് ദൈവം പഠിപ്പിച്ചു കൊടുത്തു. ഇവര് കാളയുടെ പുറത്ത് അവർ കൊണ്ടുവരുമ്പോൾ അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിന്റെ പുത്രന്മാരായ ഉസയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. നമുക്ക് അബീനാദാബിന്റെ വീട്ടിൽ അവനെ അനുഗ്രഹിച്ചായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉസിയാവും അബീനാദാബിന്റെ പുത്രന്മാരായ ഉസയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. ഒരു വിചാരിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പെട്ടകല്ലേ, ഇപ്പൊ രാജാവ് വന്ന് കൊണ്ടുപോവുക, നൃത്തവും മേളവും 30,000 പേരെ കൊണ്ട് പോകുമ്പോൾ ഈ വണ്ടി തെളിക്കാൻ വേണ്ടി അബീനാദാബിന്റെ 2 മക്കളാണ് അവിടെ മുമ്പ് ഇരുന്നത്. കുടുംബത്തെ അല്ല, പെട്ടയിരുന്ന പാരമ്പര്യമുള്ളത് കൊണ്ട്. എന്നാൽ അവന്റെ മക്കൾ തന്നെ അങ്ങ് വണ്ടി തെളിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അബീനാദാബിന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവർക്കൊരു ക്രെഡിറ്റ് ഉണ്ട്. 20 വർഷം ഇവിടെ ഇരുന്ന പെട്ടകല്ലേ. 20 വർഷം ഇരുന്ന പെട്ടകം ഇപ്പോൾ രാജാവിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, രാജാവ് അവന്റെ നഗരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ വണ്ടി തെളിക്കേണ്ടത് ഞങ്ങളെല്ലാവരും ആരാ തെളിക്കേണ്ടത്? അപ്പോൾ അവർക്ക് അതിനൊരു പാരമ്പര്യമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ പശ്ചാത്തലമോ പാരമ്പര്യമോ ഒന്നും ദൈവ വയലയ്ക്ക് വേണ്ടി നാം ഉപയോഗിക്കേണ്ട ആവശ്യം. അതിൻ്റെ അർത്ഥം ഇവിടെ അവര് ചിന്തിച്ചത് 20 വർഷം പെട്ടയോടിയിരുന്നു, എന്നിട്ടും അബീനാദാബിന്റെ വീട്ടിൽ അനുഗ്രഹമുണ്ടായി എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഈ ഭയമുണ്ടായി കഴിയുമ്പോഴേ ദൈവത്തെ അനുസരിക്കേണ്ട പോലെ അനുസരിക്കുകയുള്ളൂ. 20 വർഷം മൗനമായിട്ട് ഇരുന്നു. അതിന് മുമ്പ് നമുക്കറിയാം,
അവർ പരസ്യരെല്ലാം ഭയപ്പെട്ടു പോയി. ഒന്നും വയ്യാതെ അവർ കൊണ്ടുവച്ചത് അത് മൗനമായിട്ട് ഭട്ട അവിടെ ഇരുന്നു. പക്ഷേ ഇവര് ആ ഭട്ട അവിടെ വെച്ചപ്പോൾ ഇവര് അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവം കണ്ടുവച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അഭിനതാവിന്റെ വീട്ടിൽ ഇരുന്ന പെട്ടകം അവിടെ അഭിനാദാവിന്റെ വീട്ടിലിരുന്ന പെട്ടകം 20 വർഷം ഇരുന്ന് മൗനമായിട്ടിരുന്നു. ദൈവം കണ്ടതിന്റെ സമയമാകുമ്പോൾ അവിടുന്ന് കൊണ്ടുപോകും. പക്ഷേ ഉസിയാവും അഹോവിയും അഭിനാദാവിന്റെ മക്കൾ രണ്ടുപേരും കൂടി ഈ പെട്ടകം അവര് എടുത്തു വെച്ച വണ്ടി തെളിയിച്ചുകൊണ്ട് പോകും. അവരുടെ മുമ്പിൽ അവരാണ് ഇതിന്റെ പോകുന്നത്. 30,000 പേർ കൂടെയുണ്ട്, സകല ജനവും കൂടെയുണ്ട്. വലിയ ആർത്തുഘോഷിച്ച് ജയത്തോടെ പെട്ടകം കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ പുത്രന്മാരെ ഉസയും അഹോയും ആ പുതിയ വണ്ടി തെളിയിച്ചു. അത് വാസ്തവമാണല്ലോ. അപ്പം വിചാരിക്കും ഈ വണ്ടി തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ വണ്ടിക്ക് മുമ്പിൽ നിൽക്കേണ്ടത് ആരാ? 20 വർഷം പഴക്കമുള്ള വീടല്ലേ, അവിടെ ഇരുന്ന വീടല്ലേ, വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പുരോഹിതന്മാരെ അന്വേഷിക്കാതിരുന്നത്. ഈ നിന്റെ പാരമ്പര്യം കൊണ്ടോ കഴിവ് കൊണ്ടോ ഈ കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ ദൈവം ഇടപെടും. അതുകൊണ്ടാണ് ഇവർ വിചാരിച്ച പുരോഹിതന്മാരുടെ ആവശ്യമില്ല, ലീവ്യ പുരോഹിതന്മാർ ആവശ്യമില്ല. അവിടെ രാജാവിന്റെ ഉപദേശപ്രകാരമുള്ള വണ്ടി വന്നിട്ടുണ്ട്, പുതിയ ആളെ ഉണ്ട്. ഇതിനെ തെളിയിക്കാൻ വേണ്ടി ഉള്ള വഴികൾ നടക്കാൻ വേണ്ടി 2 വ്യക്തികൾ അവിടെ ഉണ്ട്, അഭിനാദന്റെ മറ്റു മക്കളുമുണ്ട്. ഇങ്ങനെ ദൈവവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അന്നത്തെ സാഹചര്യത്തിന്റെ അവരുടേതായ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ട് 20 വർഷത്തെ ദൈവത്തിന്റെ 20-ലധികമോ വർഷം ഇരുന്ന അതിന്റെ അവർ വിചാരിച്ചത് ഞങ്ങളല്ലാതെ വേറെ ആരാണ് ഈ പെട്ടകം കൊണ്ടുപോകാൻ യോഗ്യരായിട്ടുള്ളവർ. അതുകൊണ്ട് അവർ ആ പെട്ടകം തെളിച്ച് മുമ്പിൽ നിന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഒന്നുമല്ല. രാത്രിയിൽ ഞാനും നിങ്ങളും ഒന്നുമല്ല. ഞാനില്ലെങ്കിൽ എന്നെക്കാൾ ശക്തന്മാരായിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരെ, 1000 ആൾക്കാരെ ദൈവത്തെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ ചില വർഷങ്ങളുടെ ചരിത്രങ്ങൾ എടുത്തുകൊണ്ട് ഞാനാണ് ഇതിന് മുമ്പിൽ നിൽക്കേണ്ടെന്ന് പറയുവാനുള്ള ഒരു കഴിവും നമുക്കില്ല. ദൈവം നമ്മളെ നിയോഗിക്കുന്നെങ്കിൽ മാത്രം മതി. ഈ അഭിനതാവിന്റെ മക്കൾ അന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു, ഞങ്ങളല്ല എന്ന് പറഞ്ഞു മാറാമായിരുന്നു. പക്ഷേ അവര് വിചാരിച്ച് 20 വർഷം ഇവിടെ ഒരു കുഴപ്പമില്ലാതിരുന്ന ഈ പെട്ടകം കൊണ്ട് പോകുവാൻ ഞങ്ങൾ യോഗ്യരാണ് എന്നവർ വിചാരിച്ചതുകൊണ്ടാണ് അവർ അതിനു വേണ്ടി ഒരുപെട്ടതെങ്കിൽ കർത്താവ് എപ്പോഴും മൗനമായിട്ടിരിക്കത്തില്ല. ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. 20 വർഷം അവിടെ ഇരിക്കാൻ ദൈവം സമ്മതിച്ചു കൊടുത്തു. എന്നാൽ ഈ വണ്ടിയുമായിട്ട് അവര് പോകുമ്പോൾ അതിനെ ദൈവത്തിന്റെ പെട്ടകമായി കൊണ്ടുപോരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും മിസായികളൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദത്വങ്ങളോടും കിന്നരം, വീണ, തമ്പ്, മുരജം, കൈത്താളം എന്നിവയോടുകൂടെ ഇവിടെ മുമ്പാകെ നൃത്തം ചെയ്തു. ഒന്നിനും കുറവില്ലായിരുന്നു. ഇന്നത്തെ ആരാധനകളും പലതും നൃത്തങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നിന്റെ സമ്പത്തിന്റെ നൃത്തം ആടിയാൽ ദൈവത്തിന് വേണ്ട. ദാവീദേ, നീ ആടുന്ന നൃത്തവും ഈ സന്നാഹങ്ങളെല്ലാം ഉള്ളപ്പോൾ ഇത് നിന്റേതായിട്ടുള്ള ഒരു പ്രൗഢി വെളിപ്പെടുത്താനുള്ള കാര്യമായതുകൊണ്ട് ദൈവം നോക്കി വെച്ചിരുന്നു. ഇവരെല്ലാം പോയപ്പോൾ ഒരു അഹങ്കാരമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയതാ. അഹങ്കാരത്തോടെ ദൈവത്തിന്റെ കാര്യം ചെയ്യാൻ തുനിയരുത്. അപ്പോൾ ദാവീദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വിചാരിച്ച 30,000 വിരുദ്ധന്മാർ, സകല ജനവും, അങ്ങനെ വാദ്യഘോഷങ്ങൾ എല്ലാം ഉണ്ട്. ഇനി ഇതിനപ്പുറമായിട്ട് എന്താ വേണ്ടിയത്? എല്ലാം രാജകീയമായ രീതിയിൽ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു കുറവുമില്ല. പക്ഷേ ദൈവം പുറമേയുള്ള പ്രൗഢിയല്ല ദൈവം നോക്കുന്നത്, ആഘോഷമല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് ആരാധനയാണ്. രാത്രിയിൽ ദൈവം നോക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്നു എന്ന്. അതെ, പ്രൗഢി കാണിക്കുവാൻ പലതും കാണും. എന്നാൽ ദൈവം തന്റെ ജനത്തിന്റെ ഇടയിൽ ദൈവം നോക്കുന്നത് അവനെ വാസ്തവമായും സ്നേഹിക്കുന്നുണ്ടോ, അവനെ വാസ്തവമായി ആരാധിക്കുന്നുണ്ടോ എന്നാണ്. രാത്രിയിൽ നമ്മുടെ മീറ്റിങ്ങുകളൊന്നും പ്രൗഢി കാണിക്കുന്നതാകുവാൻ വേണ്ടിയല്ല. വേണം, ഞാൻ പറഞ്ഞല്ലോ, ഏത് രീതിയിലുള്ളതും എടുത്തോ, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ പിമ്പിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം. പണ്ടുള്ള പ്രാർത്ഥന ഇന്ന് പല മീറ്റിങ്ങുകൾക്കും ഇല്ല. പണ്ടുള്ള ആലോചനയില്ല. ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ നമുക്ക് മഴ ഇല്ലാതിരിക്കാൻ വേണ്ടി കൺവെൻഷൻ സമയത്ത് എല്ലാവരും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അത് ഇപ്പോൾ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നല്ല കാര്യമാണ്. പണ്ട് വെളിയെ നടക്കുമ്പോൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളുടെ മീറ്റിംഗ് അത് അനുഗ്രഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം
എവിടെ നടത്തിയാലും ദൈവാശ്രയം നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഓഡിറ്റോറിയത്തിൽ നടക്കണം, എല്ലാം ആവശ്യമാണ്, എല്ലാവിധ നന്മകളും നമ്മൾ വേണം, വാദ്യഘോഷങ്ങൾ വേണം, ആരാധന എല്ലാം വേണം. പക്ഷേ ഇതിൻ്റെ പിമ്പിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ദൈവാശ്രയം ഉണ്ടായിരിക്കണം, ദൈവഭയം ഉണ്ടായിരിക്കണം. ദൈവം അത് അവൻ ആരാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവസ്നേഹമാണ്, പക്ഷേ അവൻ ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർ നാഹോന്റെ കളത്തെങ്കിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു. ദൈവത്തിന്റെ പെട്ടകം അത് കാള വിരണ്ടു. കാളപ്പുറത്ത് വിരളുന്ന കാളപ്പുറത്തല്ല ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോകേണ്ടത്. നിനക്കറിയത്തില്ലേ ദാവീദേ, നിനക്കറിയത്തില്ലേ ഉസിയ, അതുപോലെ തന്നെ ഉസ, അതുപോലെ അഹോ, അബീനാവ്, നിങ്ങൾക്കറിയത്തില്ലേ? ഈ വിരളുന്ന കാളയുടെ പുറത്തല്ല കൊണ്ടുപോകേണ്ടത്. കാൽച്ചുവടുകളെ ശരിയായ രീതിയിൽ വെക്കുന്ന ലേവ്യരുടെ തോളിലാണ് പെട്ടകമിരിക്കേണ്ടത്. അവരാണ് ചുമക്കേണ്ടത്. ആ ചുമക്കേണ്ടവർ ചുമക്കേണ്ടത് പോലെ ചുമക്കണം. അല്ലാതെ വെപ്രാളം പിടിക്കുന്ന കാളയുടെ പുറത്ത് കയറ്റാനുള്ളതല്ല നമ്മുടെ കർത്താവിന്റെ പെട്ടകം. അതാണ് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. വെളിപ്പെടുത്തി കാള വരേണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. പണ്ടേ പ്രമാണം കൊടുത്തതാ, ഇത് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ 4 പേർ ചേർന്ന് തണ്ട് ചെലുത്തി ചുമന്നുകൊണ്ട് പോകണമെന്നുള്ള വ്യവസ്ഥ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വരണ്ടു പോകുന്ന കാളയുടെ മുകളിലല്ല ദൈവത്തിന്റെ പെട്ടകം വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ വേണ്ടതുകൊണ്ട് അവൻ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചതാ. നീ പിടിക്കൊന്നും വേണ്ട, അത് വീഴത്തൊന്നുമില്ല. ഈ കാള വരണ്ടെങ്കിൽ കാളയെ ശാന്തമാക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ പിടിക്കേണ്ടാത്ത നീ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ മരണമുണ്ടാകും. ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവിവേകം, അവൻ അവിടെ മരിക്കുവാടേത്തും. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൈവവേല, ദൈവത്തിന്റെ കാര്യങ്ങൾ എന്നുള്ളത് എത്ര ഭയത്തോടെ നാം ചെയ്യണമെന്നറിയാം. രാത്രിയിൽ ദൈവാത്മാവോട് നമ്മൾ സംസാരിക്കുക. നമ്മുടെ പരിചയം കൊണ്ടോ പഴക്കം കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തോട് കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അശക്തനാണ്, കഴിവില്ലാത്തവനാണ്, ബലഹീനനാണ്, നിന്റെ കഴിവെനിക്ക് നൽകണമേ, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ബലഹീനതകൾക്ക് ഞാൻ വേഗത്തിൽ പറയാൻ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷേ വണ്ടി ഓടിക്കാൻ വയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ബലഹീന വണ്ടി ഓടിക്കാൻ ഡ്രൈവിങ്ങിന്. അപ്പൊ ദൈവത്തിന്റെ കൃപ തന്ന് ആരെയെങ്കിലും വഴി ദൈവം തുറക്കും. അതാണ് ബലഹീന ശക്തി തികഞ്ഞു വരിക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത്, എന്താണോ നമുക്ക് ബലഹീനമായിരിക്കുന്നത് അതിനെ സാധ്യമാക്കി തരുവാനുള്ള വഴികൾ ദൈവം നൽകും. അതിനാണ് ബലഹീനത തികഞ്ഞ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ബലഹീനതകൾ ദൈവത്തിൽ പറയാൻ കർത്താവ് ആഗ്രഹമുണ്ട്. കർത്താവേ, ഇതിന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ബലഹീനനാണെന്ന് പറയുമ്പോൾ ദൈവം അത് നൽകുവാനിടയായി തരും. അതല്ല നമ്മുടെ അവിവേകത്തിൽ നാം ചെയ്താൽ അത് വിഷയമായി തീരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വേഗത്തിൽ പോകും. എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കണമല്ലോ. യഹോവയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി. നൃത്തം ചെയ്ത ദാവീദ് വ്യസനിച്ചു പോകുവാനിടെ തീർന്നു. ദിവസങ്ങളിൽ നമുക്ക് ഭയപ്പെടാം, ദൈവത്തെ ഭയപ്പെടാം. നമ്മുടെ ആരാധന, നമ്മുടെ കൂട്ടായ്മകളൊക്കെ ആനന്ദസന്തോഷമായി കഴിയുമ്പോൾ വ്യസനമായി തീരാതിരിക്കുക, ദൈവത്തെ നമുക്ക് ഭയപ്പെടാം. നമ്മുടെ ദൈവം ആരാണെന്നുള്ള ആ വ്യക്തമായ കാഴ്ചപ്പാടോടെ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ പുതുവർഷത്തിൻ്റെ പുതിയ മാസത്തിൽ നമുക്ക് ദൈവത്തോടെ കർത്താവേ, ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ സന്തോഷം വ്യസനമായി തീരരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വിലാപത്തെ, നിന്റെ രട്ടഴിച്ച് നിന്നെ ഉത്സവം ധരിപ്പിക്കും, ഞാൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുമെന്ന്. എന്നാൽ നൃത്തത്തെ വിലാപമാക്കി തീർത്തതായിരുന്നു അന്ന് സംഭവിച്ചത്. നമ്മളൊരു പക്ഷേ എപ്പോഴും പറയുന്നത് അവൻ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തെന്നാണ്. പക്ഷെ ഇവിടെ നൃത്തത്തെ വിലാപമാക്കി തീർത്തു, ദുഃഖമാക്കി തീർത്തു. ദൈവത്തിന് എന്തും ചെയ്യുവാൻ കഴിയും. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കണമെങ്കിൽ രട്ടെടുത്ത് ദൈവത്തിന്റെ ഇരിക്കണം. കർത്താവ് എന്ന് പറഞ്ഞു വിലാപം കരയുക. ദൈവം അതിനെന്ത് ചെയ്യും? അതിനെ നൃത്തമാക്കി ആനന്ദമാക്കി തീർക്കും. എന്നാൽ ദൈവത്തെ കൂടാതെ
വചനത്തിന്റെ സത്യത്തിൽ നിൽക്കാതെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നൃത്തം ചെയ്താൽ ദൈവം അതിനെ വ്യസനമാക്കി മാറ്റുമെന്ന് ദാവീദ് ദുഃഖിച്ചു. ആ നൃത്തം ചെയ്തതും എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടവനായി ദുഃഖിതനായി ദാവീദ് രാജാവ് തലകുനിച്ച് നിൽക്കുകയാണ്. വല്ലാതെ ഭാരപ്പെട്ടു. അവൻ ചെയ്ത നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന് പേർ വിളിച്ചു. അത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. ചോദിച്ചു, എങ്ങനെയാണ് ഈ പെട്ടകം കൊണ്ടുവരേണ്ടത്? അവൻ ഭയപ്പെട്ടു പോയി. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തോടെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ലാഘവത്തോടെ പിന്നീട് പെട്ടകത്തോടെ ഇടപെടുവായിരുന്നു. ദൈവം ഇടപെടേണ്ട സമയത്ത് നൃത്തത്തെ വ്യസനമാക്കി വിലാപമാക്കിയിട്ട് ദൈവം ദാവീദിനെ പഠിപ്പിച്ചു കൊടുത്തു. അന്ന് ദാവീദ് ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞത്, എങ്ങനെയാ ഇത് കൊണ്ടുവരേണ്ടത്? എനിക്കറിയത്തില്ല, ഞാൻ ബലഹീനനാ. 6-ാം അധ്യായത്തിൽ കാണുന്നത് 30,000 വിരുദ്ധന്മാരും പുതിയ വണ്ടിയും തെളിച്ചുകൊണ്ടുവരുന്ന ആൾക്കാരും എല്ലാമുള്ള ദാവീദ് ബലവാനായിരുന്നു, ചിന്തിച്ചു ചെയ്യാമെന്ന്. പക്ഷേ ദൈവം ഭയപ്പെടുത്തി കഴിഞ്ഞവ പറയുക, ഞാൻ ബലഹീനനാണ്. രാത്രിയിൽ എത്ര പേർക്ക് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും? ആർക്കെല്ലാം സമർപ്പിക്കാൻ കഴിയും? കർത്താവേ, ഞങ്ങൾ ബലഹീനരാ, പ്രശംസിപ്പാൻ ഒന്നുമില്ല, പുകഴുവാൻ ഒന്നുമില്ല. രാത്രി എല്ലാ കരങ്ങളും ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, എല്ലാ കൃതങ്ങളും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒന്നും നമുക്ക് പ്രശംസിപ്പാനില്ല, ഒന്നും പുകഴുവാനില്ല. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കട്ടെ. ദിവസങ്ങളിൽ നമ്മുടെ വിലാപത്തെ അവൻ ആനന്ദമാക്കട്ടെ. നമ്മുടെ കരച്ചിലെ അവൻ സന്തോഷമാക്കട്ടെ. ദിവസങ്ങളിൽ സന്തോഷിച്ചല്ല, ദിവസങ്ങളിൽ നാം നീങ്ങേണ്ടത് കരച്ചിലോടെ, കണ്ണുനീരോടെ, അഭയാചനയോടെ വേണം ദിവസങ്ങളിൽ കാര്യങ്ങൾ നടത്താനെന്ന് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരംഭത്തെങ്കിൽ പാരമ്പര്യത്തിന്റെ ശക്തി കൊണ്ട് പോകരുത്, കഴിഞ്ഞ നാളിലെ കഴിവുകൊണ്ട് പോകരുത്. നമുക്ക് ദിവസങ്ങളിൽ പ്രയലന്വേഷണോട് ഞാൻ ദൈവാത്മ പറയുക, ഒന്നുകൂടി ഏൽപ്പിച്ചു കൊടുക്കാം, വിനയപ്പെടാം. എന്നോട് സംസാരിക്കുന്ന ദൂതാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടു, നമുക്ക് എല്ലാവർക്കും ഒരു വിനയം ആവശ്യമാണ്, ഒരു താഴ്മ ആവശ്യമാണ്, ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവേ, എൻ്റെ കഴിവല്ല, എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് നീ എന്നെ എത്രത്തോളം കൊണ്ടുവന്നു. ദാവീദ് ബലമുള്ളവനായി വിചാരിച്ചു പട്ടം കൊണ്ടുവരാമെന്ന്. വിരുദ്ധന്മാർ കൂടെയുണ്ട്, പാട്ടുകാർ കൂടെയുണ്ട്, നൃത്തം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാ രീതിയിലും അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ നൃത്തമല്ല എനിക്ക് ആവശ്യം, പ്രമാണമാണ് എനിക്ക് ആവശ്യം, ദൈവവചനമാണ് ആവശ്യം. ദൈവവചനം വിട്ട് ദിവസങ്ങൾ നമുക്കൊന്നും ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ. എന്ത് ദൈവം പറഞ്ഞിരിക്കുന്നുവോ അത് ഭയപ്പെടുവാൻ, അതനുസരിക്കുവാൻ, അതിനെ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്ക് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോടെ, കർത്താവേ, ഞാൻ ബലഹീനന, ഏത് കാര്യം ചെയ്യുമ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ അശക്തരാണ്, ബലഹീനരാണ്, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കാം. അവൻ ഭയപ്പെട്ടുപോയി. ദാവീദ് ഭയപ്പെട്ടുപോയി. ഗോലിയാത്തിന് മുന്നിൽ ഭയപ്പെട്ടില്ല. ദൈവം ശക്തി പകർന്നു. എത്രയോ വിഷയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ മുമ്പിലൊക്കെ അടിമേറാൻ നിൽക്കാനുള്ള കൃപ കൊടുത്തു. അവൻ ശൗലിന്റെ ഭാഗത്തുനിന്ന് ഓടിപ്പോകുമ്പോൾ ദൈവനെ സംരക്ഷിച്ചു. ഭയപ്പെട്ടു പോയ സന്ദർഭം ഉണ്ടായിരുന്നു. രാജാവായി കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു അവന് കഴിവുണ്ട്, കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ആ തലമുറയിൽ ദൈവത്തിൻ്റെ ആ ഹിതപ്രകാരം, അവൻ ആലോചനപ്രകാരം ശുശ്രൂഷിക്കണമെങ്കിൽ ദൈവം അവനെ പഠിപ്പിച്ചെടുത്തു. ഈ തലമുറയിൽ ഞാനും നിങ്ങളും ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നതാണ്. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ശോധനകൾ ദൈവം നമ്മളെ പഠിപ്പിച്ചെടുക്കുക. അതെ, എങ്ങനെ താഴണമെന്ന്, എങ്ങനെ വിനയപ്പെടണമെന്ന്, എങ്ങനെ കരയണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തെ നമ്മളെ ഉപയോഗിക്കുവാനുള്ളത് കൊണ്ടാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. ദൈവം നമ്മളെ ശാസിക്കുന്നതുകൊണ്ട് പറയുന്നത്, ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിന്റെ കണ്ണുനീർ, എന്തുകൊണ്ടാണ് എൻ്റെ വ്യസനം എന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് പറയണം, കർത്താവേ, നീ എന്നെ ശാസിക്കുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയ. ദൈവം പഠിപ്പിച്ചത് കൊണ്ട് ദാവീദ് ഭയപ്പെട്ടുപോയി. അവൻ ദൈവത്തെ ഭയപ്പെട്ടുപോയി. അബ്രഹാം ഭയപ്പെട്ടത് അങ്ങനെയല്ല ഭയപ്പെട്ടത്. അബ്രഹാം അനുസരിച്ച് ഭയപ്പെട്ടപ്പോൾ അനുസരിക്കാതിരുന്ന ദാവീദിനെ ദൈവം
അനുസരിപ്പിച്ചു. അവന്റെ നൃത്തത്തെ വിലാപമാക്കി തീർത്തിട്ട് പറഞ്ഞു, ഇതാ കുഞ്ഞെ, എന്റെ ശക്തി ഇതാ, ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പറയാ, ഞാൻ ബലഹീനനാ, എങ്ങനെ ഇത് കൊണ്ടുവരേണ്ടത് പറഞ്ഞു. ഉടൻ തന്നെ എടുത്തത് യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. രാജാവ് പറഞ്ഞു കൊണ്ടുവെക്കാൻ പറഞ്ഞു. അപ്പൊ ഓബേദ്-ഏദോമിന്റെ വീട് രാജകൽപ്പന പ്രകാരം വെച്ചു. അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. ഇപ്പോൾ ഇതെല്ലാം കണ്ടതായ ഓബേദ്-ഏദോം അന്ന് മുതൽ അബീനാദാബിന്റെ വീട്ടിൽ അത് കൊണ്ടുവച്ചപ്പോൾ ഭയമൊക്കെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോയി. ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നൊക്കെ മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഭയം മാറിയതുകൊണ്ടാണ് അവർ ആ തലമുറ പിന്നീട് അങ്ങനെ മാറിയത്. കാലങ്ങൾ ചെല്ലുന്നത് കൊണ്ട്, പരിചിതമായതുകൊണ്ട് ദൈവത്തിന്റെ ഭയം നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തോടുള്ള ആരാധന, ദൈവത്തോടുള്ള ഭയം വർദ്ധിച്ചു വരണം. നമ്മളെക്കാൾ ഉപരിയായി നമ്മുടെ തലമുറമേൽ ദൈവത്തിന്റെ ഭയം വർദ്ധിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കർത്താവ് കൂടുതലായി അങ്ങയെ സ്നേഹിക്കുവാനും കർത്താവെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ തലമുറകളും ഈ ദിവസങ്ങളിൽ അങ്ങയെ ആരാധിക്കുവാൻ ഒരുക്കണമേ, ഭയപ്പെടുവാൻ ഒരുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓബേദ്-ഏദോമിന് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം രാജാവ് പറഞ്ഞു അവിടെ വെച്ചേക്കാൻ പറഞ്ഞു, വെക്കണ്ടെന്ന് പറയാൻ കഴിയത്തില്ല, അവിടെ വെച്ചേ മതിയാകും, രാജകൽപ്പനയാ. അവിടെ ഇരുന്നു. പക്ഷേ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഈ എളിയവനായിരിക്കുന്ന ഗിത്യനായിരിക്കുന്ന ഓബേദ്-ഏദോം വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്-ഏദോമിനെയും അവന്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. ഇപ്പം ഇവിടെ അബീനാദാബിന്റെ വീട്ടിൽ അത് ശാപമായി തീർന്നെങ്കിൽ, മരണമായി തീർന്നെങ്കിൽ, അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് ഈ പെട്ടകം ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അത് അവന്റെ കുടുംബത്തിനൊക്കെയും അനുഗ്രഹമായി തീർന്നു. സുവിശേഷം കുടുംബത്തിന് അനുഗ്രഹമോ, അതോ നമ്മുടെ സുവിശേഷം കുടുംബത്തിന് ശാപമോ? ഏതാണ് ദിവസം സംഭവിക്കുന്നത്? പരിചിതമായിരിക്കുന്ന അബീനാദാബിന്റെ മക്കൾക്ക് അതിനുള്ള ഭയം നഷ്ടപ്പെട്ടു പോയപ്പോൾ 3 മാസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവന്റെ സ്ഥിതിക്കെല്ലാം മാറ്റം പരിപാടിയായി തീർന്നു. ദിവസങ്ങളിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നമ്മൾ നടന്നു കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ദൈവം ഈ വർഷത്തെ നമുക്ക് നൽകാൻ പോകുകയാണ്. വരാൻ പോകുന്ന 3 മാസത്തിൽ നമുക്ക് ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളങ്ങയെ ഭയപ്പെടുകയാണ്, ഞങ്ങളങ്ങയെ ആരാധിക്കുകയാണ്, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയാണെന്ന് എന്ന് ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഉപവാസ പ്രാർത്ഥന ദൈവാത്മാവ് സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അത് പിന്നീട് ദാവീദ് അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദ് നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടു. എങ്ങനെ കൊണ്ടുവന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ തലമുറയിൽ, അന്നത്തെ ദാവീദിന്റെ തലമുറയിൽ ദൈവത്തിന്റെ ഭയം ദൈവം പഠിപ്പിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ തലമുറയിൽ ദൈവനെ നടത്തിക്കൊണ്ടുപോയി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഇല്ലായ്മകൾ പഠിപ്പിച്ചപ്പോൾ അവൻ അനുസരണമുള്ളതായി ദൈവത്തെ ഭയപ്പെടുവാനേ തീർന്നു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ അവന് സമ്പന്നതയും രാജകീയതയും വന്നു കഴിഞ്ഞപ്പോൾ അവൻ അല്പമൊന്ന് വിചാരിച്ചു എല്ലാം എൻ്റെ കഴിവിലാണെന്ന്. എന്നാൽ ദൈവം അവന്റെ നൃത്തത്തെ വിലാപമാക്കി തീർത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഇതാ അവൻ ഭയപ്പെടുവാൻ ഇടയാത്തീർന്നെങ്കിൽ ഈ തലമുറയിൽ നമുക്ക് പിതാവാം ദൈവം തന്റെ പുത്രനെ ഈ അയച്ച തലമുറയെ കുറിച്ച് പറയുമ്പോൾ അത് വ്യഭിചാരം കോട്ടമുള്ള തലമുറയായിരുന്നു. ആ തലമുറയിൽ യേശു വന്ന് പ്രവർത്തിച്ചപ്പോൾ യേശു അവരോട് ചോദ്യമാണ്. കർത്താവരോട് ചോദിച്ചു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടം വരുത്തിയാൽ അവൻ എന്ത് പ്രയോജനം, അവൻ എന്ത് മറുവില കൊടുക്കുമെന്ന് ചോദിച്ചു. അന്നത്തെ തലമുറ ഏതായിരുന്നു എന്ന് യെശയ്യാവിന്റെ 53-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 8-ാം വാക്യം, പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ള ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു. 2000 വർഷം മുമ്പുള്ള തലമുറ യേശു ക്രിസ്തുവിന്റെ ജീവിത സമയത്തുള്ള തലമുറയെക്കുറിച്ച് പറയുകയാണ്. അന്ന് ഇവർ വിചാരിച്ചത് ഇവൻ കഷ്ടപ്പെടുന്നത് അവന്റെ കുറവുകൊണ്ടെന്നാണ്. അതിന്റെ 4-ാം വാക്യം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. അവർ വിചാരിച്ച് ഇവൻ അനുഭവിച്ചേ മതിയാകുള്ളൂ. ദൈവദൂഷണം പറഞ്ഞവൻ, ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്നവൻ, സ്വയമായി ദൈവമാക്കിയവൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി മുൻപ് നിന്നപ്പോൾ ദൈവാത്മാ പറയുകയാണ്, പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്നും എന്റെ
ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അനേകര് അങ്ങനെ വിചാരിക്കാതിരുന്നപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഒരുക്കിയെടുക്കുവാൻ ഇടയാത്തുന്നു. അതേക്കുറിച്ച് 24 സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന കൂടെ വായിച്ച് ഞാനിവിടെ സന്ദേശം അവസാനിപ്പിക്കാം. 24 സംഗീതത്തിൽ പറയുന്നത്, ഇതാകുന്നു അവനെ അന്വേഷിക്കുന്ന ഒരു തലമുറ, യാക്കോബൻ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്ന ഇവർ തന്നെ. ഒരാരാകുന്നുള്ളത് 22 അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട്, ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും, അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന അവന്റെ നീതിയെ വർണ്ണിക്കും. അപ്പോൾ മനുഷ്യപാപത്തിന്റെ പരിഹാരത്തോടെ നീതീകരിക്കാൻ വേണ്ടി യേശു ദണ്ഡനമേറ്റുവെന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ നീതിയല്ല വെളിപ്പെടുത്തുന്നത്, നാം നമ്മുടെ കഴിവല്ല വെളിപ്പെടുത്തുന്നത്, നാം വർണ്ണിക്കുന്നത് യേശു ചെയ്ത അവൻ നിവർത്തിച്ചിരിക്കുന്ന അവന്റെ നീതിയെ വർണ്ണിക്കുവാൻ വേണ്ടിയാണ്. അതെ, അവന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവൻ അന്വേഷിക്കുന്ന തലമുറ, യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവത്തിന്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുമ്പോൾ ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവരെ ബുദ്ധിമാന്മാരാ. ആ ദൈവകൃപയിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശലോമോൻ ബുദ്ധിയുള്ളവനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു. പക്ഷെ അവൻ ചോദിച്ചത് സ്വാഭാവികമായ ചോദ്യമായിരുന്നു. അവൻ ചോദിച്ചു, എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു തലമുറ പറയുകയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി എണ്ണ സഹിച്ചതുകൊണ്ട്, നമ്മെ നീതീകരിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ ഭയം യഥാർത്ഥമായി വെളിപ്പെടുത്തിയതുകൊണ്ട്, പിതാവാം ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട്, അബ്ബാ പിതാവി എന്ന് വിളിച്ചുകൊണ്ട് സ്വയമർപ്പിതമായതുകൊണ്ട്, മാതൃകയായിട്ടുന്ന യേശു മുഖാന്തരമായി നീതീകരണം സംഭവിച്ചതുകൊണ്ട് ഒരു സന്തതി അവനെ സേവിപ്പാനിടയെത്തുന്നു. വരുന്ന അന്ന് പറഞ്ഞു, വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അതേ, പുതിയ നിയമത്തിന്റെ യഥാർത്ഥമായ സത്യ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ യഹോവയെ കുറിച്ച് കീർത്തിക്കുന്നവർ, ദൈവത്തെ കുറിച്ച് കീർത്തിക്കുന്നത് അതേ വരുവാനുള്ള ജനത്തോട് പറയും, ദൈവം നിവർത്തി ചെയ്യുന്ന അവന്റെ നീതിയെ വർണ്ണിക്കുന്ന സുവിശേഷ ഘോഷകരാണ് ഞാനും നിങ്ങളും. ദൈവം നമ്മളെ ആ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയാക്കി തീർക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ഇന്ന് രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുക. നാം ആരാകുന്നു? ദൈവത്തെ ഭയപ്പെടുന്നവരാണോ? അതോ ശലോമോനെ പോലെ ബുദ്ധി കൊണ്ടുള്ള ജ്ഞാനം കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മുമ്പോട്ട് പോകുന്നവരാണോ? അതോ അബിനദാബിന്റെ വീട്ടിൽ ഇരുന്ന പെട്ടകമിരുന്നത് കൊണ്ട് അതിന് വില കൊടുക്കാതെ പാരമ്പര്യത്തിന്റെ പിൻവാലെ പോകുന്ന അഹങ്കരിക്കുന്ന തലമുറയാണോ? അതോ ദാവീദ് അവന്റെ കൂട്ടരും കൂടി അതിനെ കൊണ്ടുവരുമ്പോൾ അവരും വിചാരിച്ചു ഞങ്ങൾ ബലമുള്ളവരാ, കഴിവുള്ളവരാ, പെട്ടകം കൊണ്ടുവരാമെന്ന്. അതോടെ നൃത്തത്തെ വിലാമാക്കി തീർക്കോടെ തീർന്നു. എന്നാൽ ഓബേദേദോമിന്റെ വീട്ടിൽ അവര് ഭയപ്പെട്ടുപോയി. രാജാവ് ഭയപ്പെട്ടു പോയത് കൊണ്ട് ജനവും ഭയപ്പെട്ടു. ആ ഭയമുഖാന്തരമായി അനുഗ്രഹമുണ്ടായതുപോലെ ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ദൈവഭയമാണ്. ദൈവഭയത്തിൽ നമുക്ക് വിശുദ്ധിയെ തേക്കുവാൻ, അതെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുവാൻ എല്ലാ കരങ്ങളും ദൈവസേൽപ്പിച്ച് ഉയർത്തിയാട്ടെ. ദൈവത്തോട് പറഞ്ഞ കർത്താവേ, ഞങ്ങൾക്ക് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് ഞങ്ങളുടെ വരവിന് വേണ്ടി എടുക്കപ്പെടുവാൻ, പെട്ടകമാകുന്ന ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കൂടി ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വർഷം കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് പറയാം, കർത്താവ് ഞങ്ങൾ അശക്തരാണ്, ബലഹീനരാണ്, കഴിവില്ലാത്തവരാണ്. ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ സ്തുതിസ്തോത്രങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് അങ്ങയുടെ കൃപയാണ്, നിന്റെ കരുണയാണ്. അതെ, ദൈവത്തെ ഭയപ്പെടുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരുണ നിലനിൽക്കുന്ന പോലെ അബ്രഹാമിന്റെ ദൈവത്തെ ഭയപ്പെട്ടത് മുഖാന്തരമായി അവനെ ഐശ്വര്യമായി ദൈവം അവനെ അനുഗ്രഹിച്ച് അവന്റെ തലമുറ വർദ്ധിച്ചു വരികയും അതേ തേജസ്സുള്ളവരായി തീരുവാൻ ഇടയാത്തുന്ന ക്രിസ്തു അവനിലൂടെ ജനിപ്പാൻ ഇടയാത്തുന്നു. ആ വലിയ അനുഗ്രഹം പ്രാപിച്ച അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ അങ്ങേക്ക് സകലതും കഴിയും, അങ്ങേക്ക് മാത്രമേ എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ഭാരപ്പെടുന്ന വിഷയങ്ങളൊന്നും എൻ്റെ ജീവിതത്തിന് ഭാരമായിട്ടിടാതെ എന്നെ കരുതുവാൻ കഴിയുന്ന, എന്നെ ഉപയോഗിക്കാൻ കഴിവുള്ള അങ്ങയുടെ കരങ്ങൾ സമ്പൂർണ്ണമായി ദൈവം തരാത്തട്ടൊന്നുമില്ല. നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, ദൈവം തരാത്തട്ടൊന്നുമില്ല, ഒരു ബലഹീനതയല്ല. അതെ, ദൈവം നമ്മളെ ശക്തീകരിച്ചുകൊണ്ട് ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ആയിരിക്കാം. കർത്താവിനോട് പറയാം, കർത്താവെ നിന്നിൽ നിന്ന് പ്രാപിപ്പാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പരിചിതമായ ആ രീതിയിൽ നിന്നല്ല, എനിക്ക് അങ്ങയെ ആരാധിക്കുവാനും ദൈവഭയത്തെ വിശുദ്ധിയെ തികച്ച് ദിവസങ്ങളിൽ യേശു കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഇന്ന്
ഈ രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ദീർഘമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, സമയം മുമ്പോട്ട് പോയി നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ഒരിക്കലും നൃത്തത്തിൽ നിന്ന് വിലാപത്തിലേക്ക് പോകാതെ നമുക്ക് ദിവസങ്ങളിൽ വിലാപത്തിൽ നിന്ന് നൃത്തത്തിലേക്ക് പോകുവാൻ ദൈവത്തെ നാം ആരാധിക്കുന്ന മുഖാന്തരമായി അനുദിനം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സങ്കടങ്ങളെ മാറ്റി ദൈവസനിൽ നൃത്തത്തെ, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കർത്താവ് നമ്മളോടുകൂടെ ഇടപെടുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ താഴ്ചയിൽ നമ്മെ ഉപേക്ഷിക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വലിയ കരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ ഉപയോഗിക്കും. ദൈവം കണ്ടിരിക്കുന്ന അളവിലേക്ക് കൊണ്ടുവരും. അതിന് മുമ്പായി നൽകുന്ന ചില ബാലശിക്ഷകളുണ്ട്. അത് ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ്, നമ്മെ നേർവഴി കൊണ്ടുവരാൻ വേണ്ടിയാണ്. ദാവീദിനെ പഠിപ്പിച്ചതുപോലെ, ദൈവഭയം പഠിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചല്ലോ. അത് നമ്മുടെ ദോഷമായിട്ടല്ല, നന്മയ്ക്ക് വേണ്ടി ആകിയാൽ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ദൗത്യം ചെയ്തെടുക്കുവാൻ കർത്താവ് നമ്മളെ, നമ്മുടെ തലമുറകളെ ഉപയോഗിക്കുന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ദൈവത്തെ അന്വേഷിച്ച തലമുറ ഇതാകുന്നു എന്ന് ഈ ദിവസങ്ങളിൽ പറയത്തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ ആദരിച്ചുയർത്തും മാനിക്കും എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമിടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.